യൂണിയൻ എല്ലായ്പ്പോഴും അമേരിക്കയിൽ നിന്ന് രാഷ്ട്രീയ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപിനൊപ്പവും ആ പതിവ് തുടരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ചില യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിന്റെ തിരഞ്ഞെടുപ്പിനെ സജീവമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഈ പ്രതിസന്ധികളെല്ലാം പുനഃസ്ഥാപിച്ച് യൂറോപ്യൻ സംഘത്തെ വളരെ വേഗത്തിൽ തന്നെ തിരികെ തനിക്ക് അനുകൂലമായി തിരിക്കുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ 1 TV ജേർണലിസ്റ്റായ പവൽ സറൂബിന് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിവുള്ള ശക്തരായ രാഷ്ട്രീയക്കാർ യൂറോപ്പിൽ ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകളായി. മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ജാക്കോസ് ചിറാക്കിന്റെയും ജർമ്മൻ ചാൻസലർ ഗെർഹാർഡ് ഷ്രോഡറുടെയും കാലഘട്ടത്തെക്കുറിച്ചും പുടിൻ പരാമർശിച്ചു. എന്നാൽ സമീപ വർഷങ്ങളിൽ വിദ്യാഭ്യാസവും രാഷ്ട്രീയത്തിൽ വലിയ പിടിപ്പുമില്ലാത്ത നേതാക്കളാണ് യൂറോപ്യൻ യൂണിയനെ നയിക്കുന്നതെന്നും പുടിൻ കുറ്റപ്പെടുത്തി. ഈ വ്യക്തികൾ ബൈഡന്റെ കീഴിലായിരിക്കുമ്പോഴും അമേരിക്കയുടെ ഏതാജ്ഞയും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ നവംബർ തിരഞ്ഞെടുപ്പിലെ ട്രംപിന്റെ അപ്രതീക്ഷിത വിജയം സർവ്വതും ആശയക്കുഴപ്പത്തിലാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവർക്ക് ട്രംപിനെ ഇഷ്ടമല്ല, അതിനാൽ അവർ അദ്ദേഹത്തോട് നിരന്തരം പോരാടി. രാഷ്ട്രീയ ജീവിതത്തിലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ഇടപെട്ടു. ലിംഗനയം ഉൾപ്പെടെയുള്ള ഇതര വിഷയങ്ങളിൽ നല്ലതും ചീത്തയും സംബന്ധിച്ച് ട്രംപിന് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. അതൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ലെന്നും പുടിൻ പറഞ്ഞു. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഉത്തരവുകൾ യൂറോപ്യൻ യൂണിയൻ ഇനിയും പിന്തുടരുമെന്നതിൽ സംശയമില്ലെന്നും അത് ഉടനെ കാണാമെന്നും പുടിൻ എടുത്തു പറഞ്ഞു. ട്രംപ് ഉടൻ തന്നെ ഈ ക്രമം പുനഃസ്ഥാപിക്കുമെന്നും അധികം താമസിയാതെ തന്നെ എല്ലാ പാശ്ചാത്യ നേതാക്കളും തങ്ങളുടെ യജമാനന്റെ കാൽക്കൽ എത്തി നിന്ന് പതിയെ വാലാട്ടുന്നത് തുടരുമെന്നും പുടിൻ ആഞ്ഞടിച്ചു. അമേരിക്ക ആദ്യം എന്ന നയം, യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തൽ, നാറ്റോ പ്രതിരോധ ചെലവിലെ കുറഞ്ഞ സംഭാവനയെക്കുറിച്ചുള്ള വിമർശനം, യുക്രൈൻ സംഘർഷത്തിന്റെ ഗതിമാറ്റൽ എന്നിവയാൽ പരിഭ്രാന്തരായ പല യൂറോപ്യൻ നേതാക്കളും കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുടനീളം ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവിൽ ആശങ്ക പ്രകടിപ്പിച്ചവരായിരുന്നു. നവംബറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ട്രംപിനെ അഭിനന്ദിച്ചതിനു ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ട്രംപിന്റെ മടങ്ങിവരവിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ആഹ്വാനം ചെയ്തിരുന്നു. തുടക്കത്തിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് നടപടികൾ യൂറോപ്യൻ യൂണിയനെ നേരിട്ട് ലക്ഷ്യമിട്ടിരുന്നില്ല. എന്നാൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കം വലിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്കാണ് കാര്യങ്ങളെ നിലവിൽ കൊണ്ടെത്തിക്കുന്നത്. അമേരിക്കയുടെ നാറ്റോ പടയിൽ വലിയ വിഭജനത്തിന്റെ അലയൊലികൾ ഇതിനോടകം തന്നെ സജീവമാണ്. എന്നാൽ ബൈഡന് വിപരീതമായി നാറ്റോയിൽ വലിയ താല്പര്യം കാണിക്കാത്ത ട്രംപ് പക്ഷേ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല താനും. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളോട് പ്രതികരിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുകയാണ്. ട്രംപിന്റെ നടപടികളോട് ആനുപാതികമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ബെൽജിയം പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. അതേസമയം ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റു കഴിഞ്ഞ ആഴ്ച ട്രംപിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കുമൊപ്പം നിൽക്കാൻ യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചു. അല്ലാത്ത പക്ഷം വലിയ അപകടം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അങ്ങേയറ്റം ആധിപത്യം പുലർത്തുന്ന രാഷ്ട്രീയം ആരംഭിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. എതിർക്കാൻ നിന്നാൽ അമേരിക്ക നമ്മെ തകർക്കുമെന്നും നാം പാർശ്വവൽക്കരിക്കപ്പെടുമെന്നുമാണ് ബെയ്റു പറഞ്ഞത്. അതേസമയം കഴിവുകെട്ട രാഷ്ട്രീയക്കാർ നയിക്കുന്നതിനാൽ യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നതിൽ സഹായിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ജർമ്മനിക്കും യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് വിമർശിച്ച് വലതുപക്ഷ അൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ സഹനേതാവ് ആലിസ് വീഡലും രംഗത്തെത്തി. AFD റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാനം ആഗ്രഹിക്കുന്നു. അവർ ചർച്ചകൾക്ക് പ്രതിജ്ഞാബദ്ധമാണെന്നും സെൻട്രൽ ജർമ്മനിയിലെ ന്യൂ ഇസൻബർഗ് പട്ടണത്തിൽ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ വീഡൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സമാധാനത്തെക്കുറിച്ച് ആകെ സംസാരിച്ചത് ട്രംപ് മാത്രമാണെന്ന് അവർ ഊന്നി പറഞ്ഞു. അമേരിക്കയും റഷ്യയും ചേർന്ന് ഈ ഭീകരമായ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായി വലിയ പ്രതീക്ഷയുണ്ടെന്നും AFD സഹനേതാവ് ഊന്നി പറഞ്ഞു. വീഡലിന്റെ അഭിപ്രായത്തിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ജർമ്മനിയും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം നിലനിർത്താൻ ഇനി പ്രാപ്തരല്ല. കാരണം അവർക്ക് അതിനുള്ള കഴിവോ പരിശീലനമോ അനുഭവമോ ഇല്ല. അവർ അവിടെ വെറുതെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2022 ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനു ശേഷം ജർമ്മനി സമാധാനത്തിനായി ഉടനടി പോരാടാൻ ആരംഭിക്കേണ്ടതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ചർച്ചകൾ നടത്തേണ്ടതുമായിരുന്നു.
പക്ഷേ രണ്ടിലും അവർ പരാജയപ്പെട്ടതായും അവർ കുറ്റപ്പെടുത്തി. 2023 G20 ഉച്ചകോടിയിൽ തന്റെ റഷ്യൻ എതിരാളിയായ സെർജി ലാവ്റോവുമായി ഹസ്തദാനം ചെയ്യാൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് വിസമ്മതിച്ചതിനെയും അവർ പരിഹസിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്ത ട്രംപ് യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ പുടിനെ എപ്പോൾ വേണമെങ്കിലും കാണാൻ തയ്യാറാണെന്ന് പറയുകയുമുണ്ടായി. റഷ്യൻ പ്രസിഡന്റും തന്റെ അമേരിക്കൻ എതിരാളിയുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രെംലിനും ഇതിന് മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം ക്രമീകരിക്കുന്നതിനെ കുറിച്ച് റഷ്യയെ ഇതുവരെ അമേരിക്ക സമീപിച്ചിട്ടില്ലെന്നാണ് വിവരം. യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആവർത്തിക്കുകയുണ്ടായി. എന്ത് നടപടിയാണ് ഇതിലിനി ട്രംപ് സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്.